ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞു ഞാൻ വയനാടൻ ചായയാണ്. ഞാൻ വയനാട് പോയി വരുമ്പോൾ ചൂട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്താ കൊട്ടയും കാര്യങ്ങളൊക്കെ വിൽക്കണ ഒരു കടയില്ലേ, അവിടെ കയറിയിട്ടാ അവിടെ നിന്ന് കിട്ടിയ ഏലക്കായ ഇട്ട ചായലോട്ടെ. പക്ഷെ എന്ത് നല്ല ചായയില്ലെന്നു. പക്ഷെ എനിക്ക് നല്ലതാണോ അല്ലേന്ന് അറിയാൻ തന്നെ ഞാൻ ഒരുപാട് മേടിച്ചില്ല, കുറച്ച് മേടിച്ചു. അതിന്റെ ഡിയെങ്കിലും കിട്ടാൻ വഴിയുണ്ടെങ്കിൽ ഞാനും വിദ്യത്തെ പറ്റിയെന്ന് വെച്ചാ അവന്റെ നമ്പർ ഉണ്ടായാൽ മതിയായിരുന്നു. കൊറിയർ എന്തെങ്കിലും അടിച്ചു തരും. നിക്ക് അവിടെ ശബ്ദമായ വീഡിയോ ഉണ്ടല്ലോ അവിടെ കുറച്ച് അതൊന്നല്ല ക്ലിയർ അപ്പൊ കുറേ ഇത്രയും ഈ സ്ഥലമൊന്നും നമ്മളങ്ങനെ കാണാറില്ലല്ലോ, വളരെ കുറവാണ് കാണാറ്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ അടക്കളയിൽ ഒതുങ്ങാനും ഇവിടേക്ക് അധികം വരാറില്ല കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ലോകം അല്ലേ, ഇതാണ് കളിത്തട്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഇവിടുന്ന് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് എത്തുമ്പോൾ എവിടേക്കോ പോണ ഒരു ഫീൽ, വീടായിട്ട് ഭയങ്കരമായിട്ട് അകലച്ച ഫീൽ ചെയ്തു. ഇവിടെ വന്നപ്പോ നമ്മള് വീടിന്റെ ബാക്ക് വശത്ത് ഒരു ചെറിയ കിച്ചൺ എടുത്തു കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് വീട്ടിലെ ഷീറ്റൊക്കെ ഇട്ടിട്ട് തറയൊന്നും ഇല്ല കേട്ടോ. തറ പണിത് കെട്ടി ഉയർത്ത അതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഓൾറെഡി തരി സ്ഥലം കോൺക്രീറ്റ് ചെയ്ത് ടൈലിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുണുക്കമോൻ ജനിക്കുന്ന സമയത്ത് മുന്നേ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുണുക്കമോൻ ജനിക്കുന്ന സമയത്ത് പിന്നെ അവിടെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. കുണുക്കനെ കുളിപ്പിക്കാൻ ബാക്കിൽ കുളിപ്പിക്കാൻ കോൺക്രീറ്റ് ആകുമ്പോൾ കാലിട്ടടിക്കുമ്പോൾ കാലിൻ്റെ അടിയത്ത് തൊലി പോയാൽ വെച്ചിട്ട് അങ്ങനെ നോക്കി ചെക്കനാ. അല്ല ചെക്കൻ വെച്ചിട്ടല്ല, അവർക്ക് നമ്മളെ എന്താ പറയാ അങ്ങനെ കാലുമത്തെ തൊലി പോകണ്ട വെച്ചിട്ടല്ല, അത് കുണുക്കെന്ന് വെച്ചിട്ടല്ല. ഒരു 6-7 മാസമുള്ളപ്പോൾ ബാത്റൂമുള്ള ടൈൽ വാറ്റിട്ടുണ്ട്. അപ്പം അവിടെ കുറച്ച് ടൈൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. കുണുക്കനെ കുളിപ്പിക്കാനായിട്ട് സ്ഥലം, കുണുക്കെന്നല്ല ഏത് ഉണ്ണുകളാണെങ്കിലും കുളിപ്പിക്കാനായിട്ട് സ്ഥലം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടി സ്ഥലം കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടൈൽ ഒട്ടിച്ചു, അത്ര ഉള്ളു കേട്ടോ. അപ്പം ഈ ഗ്രില്ലൊക്കെ കാണുമ്പോൾ നമ്മൾ പഴയ റീൽസിലോ എവിടെയെങ്കിലും കാണുമ്പോൾ ഈ ഗ്രില്ലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മുറ്റത്തേക്കാണ് നമ്മൾ ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഈ ഗ്രില്ല് കഴിഞ്ഞാലാണ് നമ്മുടെ ഈ കിച്ചൺ അതിൻ്റെ കേട്ടോ. എന്താ പറയുക, കൊതുവല്ല എന്തെങ്കിലുമൊക്കെ അടിക്കണം. എന്താ വെച്ചാൽ നമ്മളിത് ഗ്ലാസ് ഇടാന്ന് വെച്ചു, ഇങ്ങനെ വലിക്കണ ഈ അലുമിനിയം ഫെബ്രേഷൻ്റെ ഗ്ലാസ് ഇല്ലേ, അലുമിനിയത്തിൻ്റെ, അതാകുമ്പോൾ അത്ര റേറ്റ് വരില്ലല്ലോ വെച്ചിട്ട് അതിൻ്റെ ഗ്ലാസ് വെച്ചപ്പോൾ അതിനും അത്യാവശ്യം ഗ്ലാസ് വേണ്ട. അപ്പോൾ നമുക്ക് കമ്പി പുറത്തായിട്ട് ഉള്ളിലേക്ക് ഈ ഗ്ലാസ് പോലെ വെക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എങ്ങനെ പോയാലും റൈറ്റിനൊന്നും ഒരു കുറവ് വരുന്നില്ല. അപ്പം പിന്നെ ഞാൻ ആ ഒരു കൊതുവല ചിറ്റി കെട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ പറയുക, കുറേ ദിവസം വീഡിയോ എടുക്കാനും പറ്റാഞ്ഞിട്ടൊക്കെ. അപ്പോൾ ഇന്നോട്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ വരാറുണ്ട്, എന്നാ വരികയെന്ന് അറിയില്ല. ഇനി ഫോൺ എടുത്ത് നോക്കണം. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ആൾക്കാരും കൂടി വന്നു കഴിഞ്ഞാൽ വീട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടങ്ങി നമ്മുടെ ലൈഫിൽ പുതിയൊരു അധ്യായം പോലെ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മുടെ വസ്തു വിൽക്കാൻ ഇട്ടുണ്ടായിരുന്നില്ല മുന്നേ, എന്നിട്ട് അതിൻ്റെ പാർട്ടിക്കാർ വന്നു, അവർ കച്ചവടം ഇതായിരുന്നു. അപ്പോൾ അവർ അഡ്വാൻസ് തന്നു. ഈ ഏപ്രിൽ വിഷു കഴിഞ്ഞിട്ട് അതിൻ്റെ തീർ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തോ സാഹചര്യത്താൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണോ കാരണവശാൽ അവരതൊന്ന് കച്ചവടം ഒഴിഞ്ഞു. അപ്പം അത് അങ്ങനെ ഒരു ചെറിയൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ആ സ്ഥലം നമ്മൾ വിൽക്കില്ല എന്ന് പറയുന്നില്ല, ആ സ്ഥലം തന്നെ നമ്മളൊന്ന് കാണിച്ചു തരാം വീഡിയോയിൽ. അപ്പം അത് സ്ഥലം വിൽക്കാട്ടിട്ട് തന്നെയാണ്. അപ്പം ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വന്ന് ഇഷ്ടപ്പെട്ടിട്ട് വരണം. അതായത് വന്ന് സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സ്ഥലത്തിനൊരു ഗ്യാരണ്ടി പറയാം, 5-6 കോലോ കുത്തുമ്പോഴേക്കും വെള്ളം കാണും. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണെന്ന് പറയുക, കുടിവെള്ളം അല്ലേ. ഏറ്റവും ആവശ്യമുള്ളത് കുടിവെള്ളമാണ്. എന്നാൽ നമുക്ക് വണ്ടി വരാനുള്ള സൗകര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ ടൗണിൻ്റെ അടുത്ത്, അതായത് കുന്നോളം ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ സ്ഥലത്തേക്ക്. ഹൈവേന്ന് നമുക്കൊരു 10 മിനിറ്റ് ഇല്ലേ നടക്കാൻ. നമുക്കൊരു കിലോമീറ്ററോ അല്ലേ, എത്ര മീറ്ററേ ഉള്ളൂ നമുക്ക് ഹൈവേക്ക്. അതല്ല സാധാ ബസ് റൂട്ടിലേക്ക് 250 മീറ്റർ ഉള്ളൂ നമുക്ക് നടക്കുകയാണെങ്കിൽ, 250 മീറ്റർ ഉള്ളൂ നടക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു സൗകര്യം തന്നെയാണ്. പിന്നെ സ്ഥലം 6 സെൻറ്റാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാം.
അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി രണ്ടൽ ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ഐഡിയയിൽ നമ്മുടെ ഫോൺ നമ്പർ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് വാട്സപ്പ് ചെയ്യോ വാട്സപ്പ് ചെയ്യായിരിക്കും കൂടുതൽ സൗകര്യം. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങൾ പറഞ്ഞുതരും. നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തിന് ഏറ്റവും നമ്മൾ നോക്കേണ്ട സ്ഥലം കുടിവെള്ളം കിട്ടുമോ തന്നെയാണ് കേട്ടോ. അതും നല്ല കുടിവെള്ളം. എന്താ വെച്ചാൽ പൊന്നിപ്പോൾ പല 2-3 സ്ഥലത്തേക്ക് പോയി താമസിക്കും. പക്ഷെ നമുക്ക് ഏറ്റവും പ്രശ്നം എന്താ കുളിക്കാൻ പോലും പറ്റാത്ത വെള്ളം. പൊന്നു എന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ പോയി കുഴക്കണം. കാരണം നമ്മൾ കുളിക്കുമ്പോഴേ പൊന്നിൻ്റെ നമ്മൾ പോകുന്നിടത്തുള്ള ഫ്ലാറ്റിൽ ഞങ്ങൾ പോയിട്ട് ഒരു പ്രാവശ്യം നിന്നുള്ളൂ. അത് തൃശ്ശൂർ പൂരത്തിൽ നിന്നിട്ട് ഒരൊറ്റ പ്രാവശ്യം കുളിച്ചാൽ നമ്മുടെ ശരീരത്തൊക്കെ എന്ന് വെച്ചാൽ ആദ്യം പാട കിട്ടുമ്പോഴത്തേരു എന്തോ ഒരു വെള്ളം കൊടുത്തിട്ട് അവര് അടിക്കണ വെള്ളമായിരുന്നു. അപ്പൊ ഒരു അസൗകര്യമൊക്കെ ഉള്ളതായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പോഴും താമസിക്കണടുത്ത് വെള്ളത്തിന് കുറച്ച് ഷോർട്ടുള്ള സമയം. ഇപ്പൊ പിന്നെ വെള്ളം ആയിണ്ടാവും മഴയൊക്കെ. അതല്ല വെള്ളത്തിന് ഷോർട്ടുള്ള സ്ഥലം അപ്പോഴും പ്രശ്നം മാർച്ചൊക്കെ വെള്ളം കുറവാണ്. അപ്പൊ താഴത്തുള്ള വെള്ളം കുറച്ചടിച്ചാൽ മതി. ഒരു പ്രാവശ്യം 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ മോട്ടർ അടിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. താഴെ അത് വാഴയ്ക്ക് ഇരിക്കുമ്പോൾ കോട്ടയുണ്ട്. പൂച്ചേനെ കണ്ടിട്ടാണോ? അമ്മയാലും നമ്മള് വീഡിയോ എടുക്കുമ്പോ ശല്യപ്പെടുത്താൻ വേണ്ടി വരിക. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ചു വിട്ടുന്നോട്ടാ. അങ്ങനെ എന്താ പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇപ്പോൾ പോയി താമസിക്കുന്നിടത്തായാലും ആ വെള്ളം അത് നമ്മൾ വാടകയ്ക്ക് വെക്കുമ്പോൾ പ്രശ്നം. എവിടെ പോയി നിന്നാലും വെള്ളമില്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊട്ടാരം വെച്ചിട്ട് പോലും കാര്യമില്ല. നല്ല പച്ചപ്പുള്ള പറമ്പ് തന്നെയാണ് കേട്ടോ. നോക്കിയാൽ പച്ചപ്പിന് ഒരു കുറവില്ല. ഏറ്റവും ഭാഗ്യം എന്ന് വെച്ചാണ്ടല്ലോ നമ്മൾ ഇത്രയും നല്ല സ്ഥലം കിട്ടുക എന്നുള്ളതാണ്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഈ സ്ഥലമല്ല ഞങ്ങൾക്കിപ്പോൾ നിങ്ങളുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനത് വെക്കുന്നത്. അപ്പോൾ വീണ്ടും കമ്പനി ഞങ്ങൾ കുഞ്ഞിനെ കല്യാണം അയച്ചു കൊടുക്കുന്നതിൽ വിൽക്കലില്ലല്ലോ ചോദിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടേതായ കാരണം ഉണ്ടാകും. അതപ്പോൾ എല്ലാവരോടും നമുക്ക് ഓപ്പണായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അത് വിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്തായാലും വിറ്റിട്ട് പുണക്കെ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ അവരെ അക്കൗണ്ടിൽ അവർക്കായിട്ട് ഇട്ട് കൊടുക്കും. കുറച്ച് വർഷത്തേക്കായിട്ട് അവരെ അക്കൗണ്ടിൽ എടുക്കട്ടെ. അപ്പോൾ നമ്മളെന്തായാലും സ്ഥലം വിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും താല്പര്യമുള്ളവർക്ക് വരാം. യാതൊരു കച്ചവടമോ കാര്യങ്ങളോ ഒന്നും ഒരു സമാധാനപരമായിട്ട് ജീവിക്കും. ബഹളം പോളി അത്ര തന്നെ ഉള്ളൂ. അത് ഇവിടുത്തെ തല്ലൂട്ടൊന്നുമല്ല. ഇവിടുത്തെ ചെറിയ കളിയും കുണക്കലും തല്ലുണ്ടാക്കലല്ലാണ്ട് വേറെ ഇവിടുന്ന് ബഹളം കാര്യങ്ങളൊന്നും പുറത്തേക്ക് കേൾക്കില്ല. പിന്നെ അപ്പുറത്തായാലും ഇപ്പുറത്തായാലും എവിടെയായാലും കുടിച്ച് വന്ന് തല്ലുണ്ടാക്കുക, തെറി പറയാതിരിക്കാനും അങ്ങനെ ഒരാൾ അവരുടെ ഞങ്ങളും കാണാറില്ല, ഞങ്ങളെ അവരും കാണില്ല. എല്ലാവരും ലൈഫായിട്ട് പോണവരാ. അല്ലാണ്ട് അപ്പുറത്തും ഇപ്പുറത്തും അല്ല. അതാണ് ഏറ്റവും ആവശ്യമല്ലേ. നമ്മുടെ ലൈഫിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ജീവിക്കുക. അത് തന്നെയാണ് ഞാൻ എല്ലാവരും. അപ്പോൾ അതുപോലെ വരണം. അതിൻ്റെ നിങ്ങൾ മേടിക്കുന്ന പറമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് പൊന്നിൻ്റെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ പൊന്നു വീട് വയ്ക്കും. ഞാൻ 2 സ്ഥലത്ത് 2 വീട് കൂടെയാണ് വരാനുള്ളത്. ഒന്ന് പൊന്നിൻ്റെ ആയിരിക്കും, ഒന്ന് ആരുടെയാണെന്ന് അറിയില്ല. എന്തായാലും വരുന്നവർ വരട്ടെ. എന്തായാലും അങ്ങനെ സ്ഥലം നമ്മൾ വിൽക്കാട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാം കേട്ടോ. സ്ഥലം നമ്മൾ വേണ വീഡിയോയിൽ കാണിച്ചു കൊടുക്കണം. ഞാൻ കാട്ടിത്തരാം. ഞാൻ കാട്ടിക്കൊടുത്തോണ്ട് പോലെ ഞാൻ വീഡിയോ എടുത്തു. നമ്മളെ സ്ഥലത്തിൻ്റെ ഒരു അതിർത്തി മതിൽ കെട്ടിയിട്ട് ഇപ്പോൾ മതിൽ കെട്ടി കച്ചവടം ഒഴിഞ്ഞതിന് ശേഷം അവിടെ മതിൽ കെട്ടി. ഞങ്ങൾക്ക് വീതി കുറവാ, നീളം കുറവാ. ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം അല്ലേ. 6 സെന്റിന് പിന്നെ 60 സെന്റിന്റെ വീതി നീളമൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ലൊരു എഞ്ചിനീയറിന് കിട്ടി. എന്താ നടക്കാത്തത്? അടിപൊളി. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഓരോ വീടുകൾ ഇൻസ്റ്റയിലൊക്കെ വരുമ്പോൾ അത്ഭുതപ്പെടും. അതായത് വീട്ടിൽ നിന്ന് ഗേറ്റ് കടന്ന് വരുന്നത് കിച്ചൺ, താഴെ കിച്ചൺ, അതിന്റെ മുകളിലാണ് നമ്മൾ ഗേറ്റ് കടന്ന് റോട്ടിൽ നിന്ന് കയറുന്നത്. എത്ര സെന്റ് എന്ന് അറിയില്ല. അതിന്റെ തൊട്ടപ്പുറത്ത് ഡൈനിങ് ഹാള്, ഈ വീടിന്റെ താഴെ. അപ്പോൾ നല്ലൊരു എഞ്ചിനീയറിനെ കിട്ടിയ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നല്ല മണ്ടയുള്ള ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരുണ്ടായിട്ട് അടിപൊളി ഒരു പീസ. അടിപൊളി ഞങ്ങൾക്ക് ചെറിയൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കാണ്ട് ഒരു ലോട്ടറി
അല്ലെങ്കിൽ ഒരു അധികമൊന്നും വേണ്ട. അതൊരു 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചാൽ മതി, അധികം ഒന്നും വേണം. ആ കെട്ട് കഴിഞ്ഞാൽ സ്ഥലം ഞങ്ങൾ വെക്കില്ല, ഞങ്ങൾക്ക് അറിയാം അത് വിറ്റ് പോവാന്ന് പറയുമ്പോൾ അതിൻ്റെതായ വേദന വിഷമങ്ങളും രണ്ട് ചെറിയ മക്കളും കൂടി ഉണ്ട്. അതൊന്നുമില്ല, അത് ഞാൻ പറയട്ടെ. എന്നിട്ട് അതാലോചിച്ച് വിഷമിക്കുന്ന ആൾ തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ പേർക്കുള്ള ഇൻഷുറൻസ് കാരണം അവരെ നോമിനി വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ അവർക്ക് പേർക്ക് എന്തെങ്കിലും 2 കുറികൾ ചേരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവർക്കായിട്ട് അതൊക്കെ മുട്ടെത്തി പോവുക, അവരൊക്കെ പഠിപ്പിക്കുക, അവരെ ഫുഡ്, അവരെ വസ്ത്രം, ഇത് ഞങ്ങളോട് നോക്കണം. ഇനി നോക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ദൈവം തരികയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇതാണ് കേട്ടോ എൻ്റെ ഒരു പ്ലാനിങ്. എന്താ വെച്ചാൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഇതും ഇല്ലാത്ത കുട്ടികൾ ഈ ലോകത്ത് ജീവിച്ചു വരുന്നുണ്ടല്ലേ, ഒന്നുമില്ലാത്തത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഈ ഏജിൽ മക്കളുണ്ടാവണം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് ടെൻഷൻ, എനിക്ക് ഓരോ അസുഖം വന്നപ്പോൾ എൻ്റെ അമ്മയൊക്കെ ചെറുപ്രായത്തിൽ മരിച്ചു പോയതിൻ്റെ ഒരു വിഷമം. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ, പിന്നെ അസുഖങ്ങളും വന്നപ്പോഴൊരു ടെൻഷൻ. അസുഖത്തിന്റെ കാര്യം ഇപ്പൊ കഴിഞ്ഞ കൊല്ലപ്പോ ഒരു കൊല്ലാവാനല്ല പോണ് വയനാട് ഉരുൾപൊട്ടില്ല. അപ്പൊ അതൊന്നും നമ്മൾ അല്ല നമ്മളത് ചിന്തിക്കണോണ്ടാണ്. അല്ലെങ്കിൽ ഇതൊരു വിഷയമുള്ള കാര്യമില്ല. ദൈവം അനുഗ്രഹിച്ച് നല്ല ആരോഗ്യ ആയുസ്സും തരികയാണെങ്കിൽ എങ്ങനെ അവർ നോക്കി എങ്ങനെ പറയുന്നത്, നമ്മൾ എങ്ങനെയായാലും കുണക്കിന് ഞങ്ങളെ പറ്റുന്നതിൻ്റെ അപ്പുറം അവരെ പരമാവധി നന്നായി നോക്കി ചെയ്യും. അവർ പഠിക്കാൻ എത്രത്തോളം ആഗ്രഹിക്കും അത്ര അവർ പഠിപ്പിക്കുകയും ചെയ്യും. അവർ സ്വന്തം കാലിൽ നിൽക്കണ വരെ ഞങ്ങൾക്ക് ആരോഗ്യം വയസ്സ് ദൈവം തന്നെ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ സ്ഥലം വിൽക്കാതെ ഇരിക്കണം എന്നുള്ള ആഗ്രഹം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു സമയത്ത് നമുക്ക് യൂട്യൂബിന്റെ വരുമാനമൊക്കെ നിന്നാൽ നമുക്ക് വീടിന്റെ പുറത്ത് നമ്മൾ ഷീറ്റൊക്കെ ഇട്ട സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് തുടങ്ങണം. അതായത് ചുമ്മാ നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ എവിടെ വേണേ ആൾക്കാർ വണ്ടി നിർത്തി പോകാൻ 2 കിലോമീറ്ററുള്ളിലേക്ക് നടന്നിട്ട് പോയിട്ട് ഫുഡ് കഴിക്കണുണ്ട്. ഇത് 2 മീറ്റർ 200 മീറ്റർ നടക്കാനുണ്ട്. റോട്ടിൽ വണ്ടി നിർത്തി തരും. റോഡ് ആദ്യം സ്വത്തല്ല, റോഡിലെ സൈഡുള്ള വണ്ടി നിർത്തി ഇഷ്ടം പോലെ കഴിക്കാൻ. അതൊന്നും അങ്ങനത്തെ ടെൻഷനോ അങ്ങനത്തെ പ്ലാനിങ്ങോ അതൊന്നും പേടിക്കാനില്ല. അങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. ടെൻഷൻ ഉണ്ട്, നമുക്കില്ലാതെ 100,000 ടെൻഷനും കാര്യങ്ങളും നമ്മുടെ ലൈഫിലുണ്ട്. പക്ഷെ ഇപ്പൊ കൂടുതൽ ടെൻഷനായത് നമ്മൾ ഈ സ്ഥലം വിറ്റ് ഈ മാസം നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ഭരിച്ചിട്ട് നമ്മൾ വീടിന്റെ മുകളിൽ കാശ് ഇറക്കിച്ചാൽ നമുക്ക് താമസിക്കാൻ ഒരു സൗകര്യത്തിൽ ഇറക്കിയത് സൗകര്യം ഷീറ്റ് ഇട്ടില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട്. നമ്മൾ ഇനിയും വീടിന്റെ മുകളിൽ ഷീറ്റ് ഇറക്കിയില്ലെങ്കിൽ വീട് 18 കൊല്ലത്തേക്കാളും കൂടുതൽ പ്രശ്നം വരാൻ കാര്യം പറഞ്ഞില്ലേ. കുഞ്ഞിന് RCCയിൽ ചികിത്സയുള്ളപ്പോഴാണെങ്കിൽ വീണ്ടും മെയിൻ വാർപ്പ് വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ മുകളിൽ പരിക്കിടണം. നമുക്കത് പരിക്കിടാൻ പറ്റിയില്ല. നിങ്ങൾക്ക് മുകളിൽ വശം കാണിച്ചാൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. നമുക്ക് എന്തെങ്കിലും ഞാൻ മുകളിൽ കയറുമ്പോൾ ആകെ പൊത്തും ഓട്ടം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് വെള്ളം കിളർപ്പ് ഇറങ്ങി തുടങ്ങി മഴക്കാലത്ത്. അപ്പോൾ ഇനി അത് എത്ര നമ്മൾ കോൺക്രീറ്റ് ചെയ്താലും ഇനി അത് പിടിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തു, പക്ഷെ എന്നാലും അത് പിടിക്കണില്ല. അതാണ് പിടിക്കില്ലാത്തത്. അത് കയ്യോടെ അപ്പനെ ചെയ്യണത്. അത് ഇറങ്ങി പിന്നെ അതിൻ്റെ മുകളിൽ കുറേ എന്തൊരു സാധനം കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ കിളർപ്പ് അങ്ങനെയൊക്കെ കുറേ പഠിച്ച പണി 16 ഞാൻ നോക്കിയത്. പക്ഷെ ഒന്നും ചിലച്ചേമ്പിന് മൊത്തം കിളർപ്പ് ഇറങ്ങിയിട്ട് കുതിരുക. അപ്പോൾ ഇനിയും നമ്മൾ 2 കൊല്ലമൊക്കെ ആകുമ്പോൾ ഈ വീട് നമ്മൾ എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ വീട് തകർന്നു പോകണ അവസ്ഥ. നമ്മൾ നശിച്ച് തകർന്നു പോയിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വരണമെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ഒന്നുകൊണ്ട് നമുക്ക് ഒതുങ്ങില്ല. ഇപ്പം തന്നെ വീടിൻ്റെ മുകളിൽ ഫുള്ള് ഷീറ്റ് ഇട്ടു, ഒക്കെ സെറ്റായി, വീട് സെറ്റായി. ഇനിയിപ്പോൾ ഒരു 10-20 വർഷത്തേക്ക് വീടിനോട് കുഴപ്പമുണ്ടായില്ല. 2 വർഷം കൂടുമ്പോൾ ഒന്ന് ജസ്റ്റ് വൈറ്റ് വാഷ് അടിച്ചോണ്ട് അല്ലെങ്കിൽ ഉള്ളു വശം എന്തെങ്കിലും വേണ്ട അങ്ങനെ വരാറില്ല. ഉണ്ടോളായാലും എല്ലാ വീട്ടിലെ കുട്ടികളെ എന്ത് ചെയ്യാനും ചെയ്യുമ്പോൾ മഴക്കാർക്കും കാര്യം പിന്നെ തന്നെ ഒരുത്തി കാലിൻ്റെ പാടാക്കിയപ്പോൾ അന്നേരം ഞാനല്ലോ ഉണിക്ക് നമ്മുടെ വീടല്ല. അപ്പം നമ്മളപ്പോൾ പറയുമ്പോൾ അവരത് തിരുത്തുണ്ട്. ഇവിടെ അങ്ങനെയാണ് 4 അപ്പം അതിന് വേണ്ടി വന്നാലും അത്ര വരുന്നുള്ളൂ. ഒരു വൈറ്റ് വാഷ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ വീട് സെറ്റായി. അപ്പം ഇനി എന്തായാലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ സപ്പോർട്ടും കാര്യമുണ്ടെങ്കിൽ എന്തായാലും സുന്ദരമായിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ എങ്ങനെ ഒരു കഷ്ടപ്പെടണം, എങ്ങനെ പോയാലും ജീവിക്കാത്തുള്ളൂ. എന്തെങ്കിലും ഒരു മാർഗങ്ങൾ നമ്മുടെ ലൈഫിൽ മുന്നിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ അടുത്തത് വരുമ്പോൾ അത് നമ്മൾ എന്തായാലും മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുള്ള ജീവിതം തന്നെ ജീവിക്കുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ തോറ്റ് പിന്മാറൊന്നുമില്ല. നമ്മള് ആരോഗ്യം ഉണ്ടായാൽ മതി. ഞങ്ങൾക്ക് രണ്ടാൾക്കും നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയാട്ടപ്പോ ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കുറച്ച് വെയിലും ഉണ്ട്, സൂപ്പർ കാലാവസ്ഥയാണ്, പച്ചപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ വരുന്നവർക്ക് വരാം. കിണർ കുത്താൻ പോവാണ് ഇന്നോട്ട്. നമുക്ക് കിണറില്ല, 18 വർഷമായിട്ട് നമ്മുടെ വീണ്ടും കിണറില്ല. തറവാട്ട് കിണറ്റിൽ നിന്ന് പറമ്പിലൊരു കിണറുണ്ട്, തറവാട്ടിൻ്റെ പറമ്പിലൊരു കിണറുണ്ട്. ആ കിണറ്റിന്നാണ് ഞങ്ങളായാലും തറവാട്ടിലുള്ളവരായാലും വെള്ളം. തറവാട്ടിൽ കിണറുണ്ട് കേട്ടോ, പക്ഷേ മോട്ടർ എപ്പോഴും അങ്ങനെ കൊണ്ടേക്കണെന്ന് വെച്ചാൽ ഞങ്ങൾ 2 കൂട്ടർ അവിടെ നിന്ന് തന്നെയാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കിണർ പണിയുന്നത് 2 കൂട്ടരൊക്കെയായിട്ട് തന്നെയാട്ടോ. ഒന്ന് ഷെബിക്ക് മുന്നിനും ഒന്ന് ഞങ്ങൾക്കും കൂടിയിട്ടാണ് ആണ് രണ്ടാളുള്ള സ്ഥലത്തും കൂടിയിട്ട് പകുതി പഠനം കഴിക്കാണ് നമ്മൾ കിണർ കുത്താൻ പോണത്. അപ്പോൾ എന്താ വെച്ചാൽ അവരെ മുറ്റം അവർക്ക് ഇനി കുറവാണ്. അവരുടെ സൈഡ് അവർ സ്ലാബ് ഇട്ട് വാർക്കും, ഈ സൈഡ് ഓപ്പൺ ആയിട്ട് കിടക്കും കേട്ടോ. അങ്ങനെയാണ് കിണറിൻ്റെ ഇത്. അപ്പം ഇന്നോട്ട് നമ്മുടെ വീട്ടിൽ കിണർ ഇതുകൂടി അർജൻറ്റായിട്ട് കുത്തണ്ടെന്നൊക്കെ പറഞ്ഞു. ശരിക്ക് കുത്തണം. അല്ല ആയിക്കോട്ടെ, ഇപ്പോൾ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ. അത് ഞങ്ങൾ പറഞ്ഞപ്പോൾ അർജൻറ്റില്ല, അവിടെ കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടല്ലോ, അർജൻറ്റില്ല. അങ്ങനെ പിന്നെ അധികം നമ്മുടെ ദേഹത്ത് നമ്മൾ കുറേ സ്വർണ്ണം ഇട്ട ഒരു വ്യക്തി അല്ലെങ്കിലും കുറേ വർഷം നമ്മൾ എൻ്റെ കാലിൻ്റെ സ്വർണ്ണത്തിന് മിഞ്ചി ഇടുന്നിരുന്നു കേട്ടോ. കുറേ വർഷമായിട്ട് എൻ്റെ കാലിന് ഇണങ്ങാണ്ട് കിടന്നിരുന്ന സാധനമാണ് മിഞ്ചി. അതായത് ഇങ്ങനല്ലേ അതിനായിട്ട് ഗൾഫിലുള്ള അങ്ങനെ കടങ്ങളോ ബാധ്യതകളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു താലിച്ചേനും പിന്നെ കൈമേ ഒരു വളയില്ലേ. നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നപ്പോൾ കുറേ സുഖമുണ്ട് പോയി, എന്നാലും ഉള്ളത് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു മിഞ്ചി ഇറങ്ങിയിരുന്നു കേട്ടോ സ്വർണ്ണത്തിൻ്റെ ഒരു മിഞ്ചി. അതെന്തിനാ പോയി എനിക്ക് ആലോചിച്ചിട്ട് ഒരു പെടുത്തില്ല. എൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ 2 ഗ്രാമിൻ്റെ മിഞ്ചിയാണ് നമ്മളെടുത്ത്. ഇപ്പോൾ എനിക്ക് സ്വർണ്ണത്തിൻ്റെ പുതിയ മിഞ്ചി കിട്ടി കേട്ടാ. അതല്ലാട്ടാ പൊന്നൂന് ഷെബി പൊന്നു ദിവസമാണ് അമ്മ കണക്ക് വെള്ളിയുടെ മിഞ്ചി മേടിച്ചിട്ട് ഞാൻ ആടി വെള്ളിയുടെ മിഞ്ചി മേടിച്ചിടാന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ വെള്ളി മിഞ്ചി മേടിക്കാതെ വെച്ചപ്പോൾ ഒരു ദിവസം പൊന്നു പോലാണ് പൊന്നിന് സ്വർണ്ണത്തിൻ്റെ മിഞ്ചി മേടിച്ചു കൊടുത്തു ഷെബി. അപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് പോയി കണ്ടത് അമ്മ സ്വർണ്ണത്തില. നമ്മൾക്ക് ഹാപ്പി ഇവിടെയൊക്കെ നമ്മുടെ മക്കളെ കിട്ടിയാൽ നമ്മളൊരിക്കലും ഞാൻ പിന്നെ ആഗ്രഹിച്ചിട്ടുമില്ല കേട്ടോ സ്വർണ്ണത്തിൻ്റെ മിഞ്ചി. ഇനിയുള്ള കാലഘട്ടത്തിൽ സ്വർണ്ണം എന്ന് പറഞ്ഞ സാധനം ഞാൻ ആഗ്രഹിക്കാറില്ല. ഇപ്പൊ സ്വർണത്തിന്റെ വില കഴിക്കുമ്പോഴേ സ്വർണ്ണനെ അവരായിട്ട് എത്തിക്കുക. അപ്പം ഞാൻ സ്വർണ്ണം ഇപ്പം ആഗ്രഹിക്കാറില്ല കേട്ടോ. എന്താ വെച്ചാൽ ഒത്തിരി വില നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, എടുക്കാതെ ചേർത്തില്ല. പക്ഷേ ഇന്നലെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് പൊന്നു ഷെബി എനിക്കൊരു സ്വർണ്ണത്തിൻ്റെ മിഞ്ചി മേടിച്ചു കൊടുത്തു. പൊന്നിനെ മേടിച്ചു കൊടുത്തപ്പോണ്ട് എനിക്ക് ഇപ്പോൾ ഷെബി ഇങ്ങോട്ട് പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും ഒരു വെള്ളി മിഞ്ചി മേടിച്ചു കൊടുത്തു. പക്ഷെ അതെനിക്ക് കാൽമിക്ക് ഇതായില്ല. അപ്പോൾ അവന് സ്വയം മാത്രമേ നിനക്ക് സ്വർണ്ണത്തിൻ്റെ മിഞ്ചി വെച്ചാൽ അമ്മയ്ക്ക് വെള്ളി അടിച്ചു. ഞാൻ പറയും നിങ്ങൾക്ക് എന്നിട്ട് എനിക്കത് ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു വിഷമവും ഇല്ല നമ്മളെ. പക്ഷെ ഉണ്ണി കുന്നോളം ആഗ്രഹിക്കുമ്പോ കുന്നിക്കുരുവോളം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങുക എന്റെ കയ്യും കാലൊക്കെ ഒഴിവായിട്ട് എടുക്കുകയൊക്കെ ഒന്നുമില്ല, ഒന്നും വേണ്ടേ. ഞാൻ ഇത് ആഗ്രഹിച്ചിട്ടില്ല സത്യം പറഞ്ഞത്. ഇത് അങ്ങനെ മനസ്സിലും ആഗ്രഹിച്ചിട്ടില്ല ഒന്നും. അത് ഇന്നലെ കാർത്തൂന്റെ കയ്യിൽ അമ്മാമ്മക്ക് കൊടുക്കുന്ന പറയുമ്പോഴാണ് ഒരു വീഡിയോ എടുത്ത് വരുന്നത്. അപ്പോഴും എന്താണാവോന്ന് വിചാരിച്ചു. കാർത്തു നമ്മളെ കാണുമ്പോഴുള്ള ഒരു ഇതിനാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എനിക്ക് കുറെ വർഷത്തിന് ശേഷം കാലം ഒരു സ്വർണ്ണം ഭംഗിയുള്ള കാലം എന്നാലും കാലൊക്കെ ഭംഗി പോയിണ്ടായിരുന്നു. കിണർ കൂട്ടുന്ന ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ട് പണിക്കുന്ന ആൾക്കാർ എത്തണം. അങ്ങനെ പൊന്നു ഷെബി സ്വർണ്ണത്തിൻ്റെ മിഞ്ചടിച്ചത്. അപ്പം ഇനി കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യും അവനുണ്ട് ഒരു അമ്മ ഞാൻ ആർക്കും മേടിച്ചു കൊടുക്കണ്ടായിട്ടില്ല, ആരോടും ചോദിച്ചിട്ടില്ല. ഒരു കാര്യം ഇന്ന വരെ എൻ്റെ മക്കളോട് ഞാൻ എനിക്ക് മേടിച്ചു തരുമെന്ന് ഞാൻ മക്കളോട് പോയിട്ടതേ ആ മനുഷ്യനോട് പോലും ഞാൻ ചോദിക്കാറില്ല. എനിക്ക് ഇന്നത് വേണം, ഇങ്ങനെ മേടിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറയാറില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു ഈ 4 മാക്സ് ടൂൺ മേടിച്ചു തന്നിട്ട് എൻ്റെ മാക്സ് ടൂണൊക്കെ ടൈല് തുടയ്ക്കാൻ അതിൻ്റെ പഴയതായപ്പോൾ കൊടുത്തു. പിന്നെ ഞാൻ ആകെ ഈ ഓണം വിഷു വരുമ്പോൾ 2-3 മാക്സ് എടുക്കണം തന്നെ ഉള്ളൂ കേട്ടോ. കൊല്ലത്തിൽ ഈ ഓണത്തിന് വിഷുവിന് ഒരു 3 മാക്സ് എടുക്കും, അത്ര തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാക്സ് എടുക്കാറില്ല. അപ്പോൾ അത് എടുത്തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് ശൈലേച്ചോട് വിളിച്ച് പറഞ്ഞു അടിച്ചൊരു വീട്ടിൽ വേണേ ടൈം പോയി. അപ്പോൾ ഈ കാലം സ്വർണ്ണത്തിന് ഭയങ്കര ഒരു ഫീലായെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ അവർ ജോലി എടുത്ത് വേദിച്ച് തരുമ്പോൾ അതിനൊരു സന്തോഷം കൂടുതലല്ലേ അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. ഒരു പൊന്നിന്നലെ എന്നോട് പറഞ്ഞു അച്ഛന് വിഷമമായി അമ്മ അച്ഛനൊന്നും മേടിക്കാത്തതിന് അച്ഛന് വിഷമമായി. അത്
എനിക്ക് എന്ത് വിഷമം, എനിക്ക് അവര് സന്തോഷം സമാധാനമായിട്ട് ജീവിക്കുന്നത് കണ്ടാ എനിക്ക് അതിൽ കൂടുതൽ ഹാപ്പി വേറെ ഒന്നുമില്ല. എനിക്ക് ഒന്നും വേണ്ട. ഞങ്ങൾ അത്ര തന്നെ, ഞങ്ങളുടെ മക്കള് ഹാപ്പി ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഞങ്ങളുടെ കാര്യമൊന്നും അന്ന് ഇന്നും ഞങ്ങളുടേതായ സ്വാർത്ഥതകളോ ഞങ്ങളുടേതായ കാര്യങ്ങളോ ഞങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല. അന്നായാലും ഇന്നായാലും മക്കളുടെ ലൈഫിന് മാത്രമേ ഇമ്പോർട്ടൻ്റ് കൊടുക്കുള്ളൂ. അവർ ഹാപ്പിയാണോ അവർ ഓക്കെ ആണോ എന്ന് മാത്രം നോക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്ക് ആകെ എന്താ പറയുക, ഒരു മരവിപ്പായിരുന്നു കേട്ടോ. കരച്ചിലോ സന്തോഷമോ ഒന്നും തോന്നിയില്ല ഒരു നിമിഷം. ഭയങ്കര മരവിപ്പ്. എന്നിട്ട് ഇന്നത്തെ ഗോൾഡിൻ്റെ നിലവാരം, സ്വർണ്ണ നിലവാരം വെച്ച് നമുക്ക് സ്വർണ്ണം ഇന്നലെ എങ്ങോട്ടോ പോയി വരുമ്പോൾ പൊന്നു സ്വർണ്ണത്തിൻ്റെ സ്വർണ്ണത്തിന് എത്ര വിലയായിന്ന് അറിയാം അമ്മ എന്നിട്ട് ഷെബി പറഞ്ഞത് നാളെ വണ്ടിയിൽ വരുമ്പോൾ അല്ലേ. അപ്പോൾ ഞാൻ എത്ര വേണമെങ്കിൽ കൂട്ടിക്കോട്ടെ, നമ്മളെന്തായാലും അത് സ്വപ്നം കാണില്ല, അത് മേടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവെന്തോ അവരുടെ ഒരു ആഗ്രഹത്തിന് എനിക്ക് മേടിച്ചു തന്നു. അത് ഒത്തിരി സന്തോഷമായി, ഹാപ്പിനെസ്. അപ്പം എന്തായാലും കിണർ പണിക്കലാണ് ഞാൻ ചായ വെച്ചു അതിനേട്ടാ. അങ്ങനെ നമ്മൾ രാവിലത്തെ കട്ടൻ ചായ ഉണ്ടാക്കണ പരിപാടിയിലാണ് കേട്ടോ. പക്ഷെ ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം കാര്യങ്ങളൊന്നും ഇല്ല. എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോവാണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിലത്തെ ഒരു കിച്ചൺ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള പറമ്പ്. ഇതാണ് 6 സെൻറ്റാണുള്ളത്. സ്ഥലം കാണുമ്പോഴേ നിങ്ങൾക്കറിയാലോ, അടിപൊളി പച്ചപ്പുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. നല്ല നമുക്ക് ഇങ്ങനൊരു സ്ഥലമൊക്കെ സിറ്റിയുടെ അടുത്ത് തന്നെ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് അല്ലേ കേട്ടോ. ഞങ്ങളല്ലേ വന്ന് നോക്കിയാൽ മാത്രമേ എൻ്റെ കറക്റ്റുള്ള നമ്മുടെ സ്ഥലത്തിൻ്റെ അല്ല കേട്ടോ. ഇപ്പം നമ്മുടെ അവിടെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇത് മേടിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. പക്ഷെ നമ്മൾ വിലയുടെ കാര്യത്തിലാണ് സെറ്റ് ആവാൻ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷോപ്പിൽ മഹാലക്ഷ്മി റെൻ്റൽ ഓർണമെന്റ്സിന്റെ ഷോപ്പിൽ പുതിയ ഇറക്കിയ ഒരു നെക്ക് പീസാണ് കേട്ടോ. നമ്മുടെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഉള്ളത് ബ്രാൻഡഡ് സാധനമായിരിക്കും, നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഉണ്ടാവുക. അല്ലാണ്ട് നമുക്ക് ഷോപ്പിൽ കുറെ ഒരുപാട് ഐറ്റംസ് കൊണ്ടുവയ്ക്കാം, കൊണ്ടുവയ്ക്കണമെങ്കിൽ ഇഷ്ടംപോലെ കൊണ്ടുവയ്ക്കാം. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു 300 രൂപയ്ക്ക് മാലിട്ടാണ്ട് 200 ശരിയാണ്, അങ്ങനെ കിട്ടാണ്ട്. പക്ഷെ അത് ഇത് നമ്മൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതാണ് അതെന്താ വെച്ചാൽ നമ്മൾ തന്നെ അങ്ങനത്തെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിലായിട്ട് കൂടുതൽ അങ്ങനത്തെ നല്ല ഐറ്റംസുകൾ മാത്രം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അവിടെ 3 കുട്ടിപ്പട്ടങ്ങളുണ്ട്. അപ്പോൾ ഇതാട്ടെ അതിൻ്റെ ഒരു നെക്ക് പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടും ബ്രൈഡിനാണെങ്കിലും ഓർണമെന്റ്സിനോട് സെറ്റ് ചെയ്യാൻ പറ്റും. നെക്ക് പീസ് ആയിട്ട് ഇപ്പൊ ഗസ്റ്റ് ലുക്കിന് പോകുമ്പോഴാണെങ്കിലും സാരിയുടെ കൂടെ ആണെങ്കിലും സെറ്റ് മുണ്ടിന്റെ കൂടെ ആണെങ്കിലും ഇപ്പൊ ഞാൻ ഡൗണിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ സെറ്റാവും. അടിപൊളി എനിക്കിഷ്ടം. ഇവിടെ പേള് വരുമ്പോ കഴുത്തിന് നല്ല ഭംഗി ഫീൽ ചെയ്യാം. നോർമലി താഴത്തല്ല, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണ്. ഇത് മേളിലാണ് പേള്. അതേപോലെ ഞാൻ അടുത്തൊരു മാല ഞാൻ ഇട്ട് കാണിച്ചു തരാം, എന്നിട്ട് വരാം. ഓക്കെ, അങ്ങനെ അടുത്തൊരു മാല എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരുപാട് ആൾക്കാർ എൻഗേജ്മെന്റിലൊക്കെ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ടുണ്ട് അല്ലേ, അങ്ങനത്തെ വെക്കുക. അതുപോലെ കല്യാണമാലയുടെ ഇടയിൽ കൊടുക്കാനായാലും നെക്കിൽ കൊടുക്കാനായാലും ഒക്കെ പറ്റുന്ന ഒരു മാല കേട്ടോ. അതിന്റെ കമ്മലൊക്കെ ഉണ്ടല്ലോ, ഇതിലേക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കമ്മല. നമ്മൾ ജിമ്മിക്ക് എപ്പോഴും ഉണ്ടാക്കാണല്ലോ അവന് ജിമ്മിക്കുണ്ട്, പരന്ന കമ്മല് അതിൻ്റെ ഇടയിൽ ജിമ്മിക്കുണ്ട്. പക്ഷെ എന്ത് രസം എന്ന് പറയും മാലകളെ. ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു മാല. ഞാൻ എന്ത് മാല എടുക്കുമ്പോഴും ഞാൻ പൊന്നൂന് അതിൽ പൊന്നിനെ ഇവർക്ക് ഇട്ട് നോക്കിയിട്ടാണ് ഞാൻ കൂടുതൽ ഇവർക്ക് ഉണ്ടാക്കി ഇട്ട് നോക്കി ഞാൻ കൂടുതൽ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ലല്ലോ എല്ലാവരും. പക്ഷെ ഞാൻ എല്ലാവരുടെയും ഇട്ടിട്ടെടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല മാല. എപ്പോഴും മാല നമ്മൾ എടുക്കാൻ നമുക്ക് കഴുത്തിൽ ഇട്ട് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് അങ്ങനെ മേടിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഷർട്ടോ മറ്റുള്ള ഡ്രസ്സ് ഇടിക്കാറില്ല, കഴുത്തുള്ള ഡ്രസ്സ് ഇടിക്കാറുള്ള പതിവിട്ടാ. ഒരു തിളക്കമ്പലുണ്ട് ഞാൻ അറിയാടി പൊന്നെ. ഇതില് ജിമ്മിക്ക് ഒരു കവറിലുണ്ടായിരുന്നു കേട്ടോ. ആ ജിമ്മിക്കൊക്കെ കവറിന്ന് എടുത്തിട്ട് ഒരു സാധനത്തിന് കാട്ടി കമ്മലായിട്ട് കമ്മല് ഇതെന്താ കമ്മലിട്ടെ നോട്ടെ മാമ ഇട്ടെ നോട്ടെ മോളിട്ടെ കമ്മലിട്ടെ. അതിനറിയാം കാതിലിക്കുള്ളന്ന് അറിയാം. നോക്ക് വല്ലാത്ത മാക്കാണ്ടി കാത് വിട്ടിട്ടിട്ടിട്ട. ഓ സുന്ദരി അതിന്റെ അമ്മ. ആ മമ്മ ഈ മോഡല് ഏത് കാലത്തും എന്റെ പൂവില്ല, ഫേവറേറ്റ് മോഡലാണ് ഈ മോഡല്. എന്നും
ഈ മോഡലൊന്നും കണ്ട, ഈ മോഡൽ എന്തിട്ട് എന്നാലും എനിക്ക് ഭയങ്കര ഒരു ഇതാട്ടോ. എന്ത് സാധനം മേടിക്കാൻ ഭയങ്കര ആത്മവിശ്വാസം കൂടുതലാണ്. എനിക്കിഷ്ടം എനിക്ക് എപ്പോഴും ഇഷ്ടം, എനിക്ക് പെൺകുട്ടികളെ എപ്പോഴും ഇഷ്ടമുണ്ടല്ലോ ഈ ഒരു ട്രഡീഷണൽ ലുക്കിലാണ്. എന്നിട്ട് എന്തൊക്കെ മോഡലുകൾ മറിഞ്ഞ് തിരിഞ്ഞു വന്നാലും എനിക്കിഷ്ടമല്ല. എനിക്ക് അമ്മ തരാം. അതിപ്പോ എന്റെ അച്ഛനാണെങ്കിലും എന്റെ ഭർത്താവിനാണെങ്കിലും ഒക്കെ ട്രഡീഷണലായിട്ടാണ് എന്താണ് ഏറ്റവും ഇഷ്ടം. സൂപ്പറാ, അടിപൊളി. അപ്പൊ ഇനി അടുത്തതായിട്ട് എടുത്താലോ? മാല അടുത്തതായിട്ട് എടുത്തിട്ടില്ല. ലക്ഷ്മി ആട്ടാ, സിന്ദര സ്ഥലമല്ലോ. ആ മാരിയും കൂടി ഇട്ടാലും ഭംഗിണ്ടാവും അല്ലേ? ഇത് കൂടി ഇട്ടിട്ട് നല്ല ഭംഗിണ്ടാവും. അങ്ങനെ ഇടാം. നമുക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് കൊതിച്ചൊരു ഫംഗ്ഷൻ മെയ് 3-ാം തീയതി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് പിടിച്ചൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് പോയി. അപ്പൊ നമുക്ക് അടുത്തൊരു ഫംഗ്ഷൻ ഏതാ? ഏപ്രിൽ 13-ാം തീയതി അല്ലേ? ഒരു ഫേമസ് ആളുടെ ഫംഗ്ഷൻ. അതോട് ഞങ്ങൾ പറയണില്ല ഫേമസ് ആളെ മാത്രമേ. അതൊന്നും ഫേമസ് ആണ്, അല്ലാണ്ട് ആളുടെ പേര് പറയണ്ട. 5 കുഞ്ഞുങ്ങൾക്കടക്കം അവന്റെ പേര് പറഞ്ഞറിയും. അങ്ങനെ ഞങ്ങള് അവരുടെ പേര് പറയണില്ല. അപ്പൊ നമ്മുടെ അടുത്തൊരു ബ്രൈഡൽ സെറ്റാണ് കേട്ടത്. ഒരുപാട് ആൾക്കാർ നമ്മളോടൊപ്പം ചോദിച്ചു തരുന്നൊരു സെറ്റാണ്. നമ്മുടെ പേരക്കുട്ടി ഇവിടെ കട്ടിന്റെ തെറ്റത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് അടിപൊളിയായിട്ടല്ലോ അമ്മ, അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. എനിക്ക് എന്ത് രസമാണെന്ന് അറിയും ഈ 2 മാലയും കമ്മലും. ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടല്ലേ. പക്ഷെ അങ്ങനെയൊക്കെ പറയുമെങ്കിലും എനിക്ക് എപ്പോഴും നടുവിന് ചെറിയ എന്തെങ്കിലും അതെനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടമാണ് കേട്ടോ. അല്ലാണ്ട് എല്ലാവരും ചെയ്യണതില്ല. പക്ഷെ എനിക്ക് എപ്പോഴും ഞാനൊരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കാണാനാണ് കൂടുതൽ ഇഷ്ടം. അതൊന്നും കൂടെ ഇറക്കി കഴിഞ്ഞാൽ നമ്മളിത് കറക്റ്റ് ഇപ്പൊ സെറ്റ് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. നമ്മളത് അങ്ങനെ ഇതാണ് നമ്മുടെ പൊന്നിന്റെ ഇഷ്ടായി. സൂപ്പർ. പൊന്നന്റെ മോൾക്ക് കുശുമ്പായി. പൊന്നിന്റെ മോൾക്ക് പൊന്നിന്റെ അനിയത്തിക്ക് ഇങ്ങനെ കായികന്റെ കുശും സ്വഭാവമുണ്ട്. കാത്തുനിട്ടൊന്നും ഇട്ടോടത്തില്ലേ. അപ്പൊ കുശുമ്പ് സ്വഭാവം മാറുന്നത് കാണിച്ചേരാട്ടാ. കുശുമ്പ് സ്വഭാവം മാറുന്നത് കാണിച്ചേരാ. എന്താണ് കുശുമ്പെന്ന് ഇപ്പൊ മനസ്സിലാ. കാത്തുനോട്ടെ എന്നിട്ട് അമ്മച്ചി കാട്ടി എന്നിട്ടിട്ട് ഓമ്മീ കണ്ട കുശുമ്പ് സ്വഭാവമൊക്കെ മാറിയിട്ട് ഇപ്പൊ ചിരിച്ച സ്വഭാവമായി. കാത്തു തുന്തിരിണ്ടല്ലോ. എങ്ങനെ നിക്ക ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ 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 നിക്ക്. ഫോട്ടോ എടുക്കട്ടെ മാമ. ഇങ്ങനെ നിക്ക്. നിക്ക് എങ്ങനെ നിക്ക. കണ്ട കുട്ടി പറഞ്ഞ സെറ്റാണ്. സെറ്റ് ആണ് സെറ്റ്. കാത്തു 1 2 3 സാറ്റ് 1 2 3 എങ്ങനെയാ? 1 2 3 സാറ്റ്. എത്ര ഉള്ളോട്ടെ കുട്ടി. 5 2 3 4 5 6 and you got A for B for C for ball. C for C for
ക്യാറ്റ് ആ ക്യാറ്റ്. ഡി ഫോർ ഡോഗ്. ഇ ഫോർ എഗ്. 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 ഇ ഫോർ എഗ്. ഇ ഫോർ അമ്മേ. അപ്പൊ പോയാലാ? കുഞ്ഞിന് പാവം വിശക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.